സിനിജി, നമ്മുടെ വയനാട് ദുരന്തം കഴിഞ്ഞ് കുറേ ദിവസം ഇങ്ങോട്ട് കഴിഞ്ഞു. ഇപ്പോഴും ബോഡികൾ ഇനിയും കണ്ടുകെട്ടാനുണ്ട് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയത്ത് തന്നെ വീടുകളുടെ പ്രഖ്യാപനം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ പേർക്ക് സൗജന്യമായി വീട് വെച്ച് കൊടുക്കാമെന്ന് പല വ്യക്തികൾ, സംഘടനകൾ ഒക്കെ നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു ഉദ്ദേശം ഒരു 1000-1200 വീടെങ്കിലും വെച്ച് കൊടുക്കാമെന്നുള്ള പ്രഖ്യാപനം വന്നു. ഇതേ സമയത്ത് തന്നെ മുമ്പുണ്ടായിട്ടുള്ള പുത്തുമല ദുരന്തത്തിൽ 600-ലധികം വീട് വെച്ച് കൊടുക്കാമെന്നായിരുന്നു അന്ന് പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷേ നമ്മളിപ്പോൾ അവിടെ ചെന്ന് കാണുന്ന സമയത്ത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 100-150 വീടുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. ഇനി എന്താകും ഈ വയനാട്ടിലെ അവസ്ഥ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം ഒരുപാട് പേര് സഹായ സന്നദ്ധമായിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പം വയനാട്ടിലേക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം, സർക്കാരിനെ നേരിട്ട് സമീപിക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്, ഇങ്ങനെ പലരും വരുന്നുണ്ട്. ഇനി രാഷ്ട്രീയ പാർട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു കൊടുക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചെയ്തു കൊടുക്കുന്നതിനകത്ത് എന്താണ് തടസ്സം, എന്താണ് പ്രശ്നം നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ കാണുന്നതാണ്, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു തരാം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു തരാം, ഞങ്ങൾക്ക് ഇത്ര വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം. അപ്പോൾ ഇവർ നിർമ്മിച്ചു കൊടുത്താൽ പോരെ, എന്താ ഇവിടുത്തെ പ്രശ്നം? അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് സ്ഥലം കണ്ടെത്തണം. ഈ സ്ഥലം കണ്ടെത്തിയാൽ അവിടെ ടൗൺഷിപ്പ് പോലെയാണോ വീട് നിർമ്മിച്ച് നൽകുക, അതോ നേരത്തെ ഉണ്ടാകുന്ന പോലെയാണോ വീട് നിർമ്മിച്ച് നൽകുക? ഇതിനൊരു പ്ലാൻ വേണം. ഈ പ്ലാൻ ഇന്ന രീതിയിലാണ് നടപ്പാക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അവർ ആ കാര്യം ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് പറയണം, ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതിൽ ഇന്ന ആൾക്കാരുടെ സഹായം ഇന്ന രീതിയിലുണ്ട്, ഞങ്ങൾ സർക്കാർ ഇന്ന സഹായം ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഒരു ടൗൺഷിപ്പാണ് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല കുറേ പേർക്ക് കൃഷി വേണം, കുറേ പേർക്ക് വ്യവസായം വേണം, കുറേ പേർക്ക് കച്ചവടം വേണം. അങ്ങനെ എല്ലാ ആളുകളെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ തൊട്ട് മുമ്പ് 4 വർഷങ്ങൾക്ക് മുമ്പ് ഇതേന്ന് സമാനമായ ദുരന്തം ഉണ്ടായപ്പോൾ അവർക്ക് ഇപ്പോഴും വീടുകൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും വലിയൊരു ഷോക്കിംഗ് അല്ലേ. കാരണം നമ്മൾ ഒരു മാസം 2 മാസം 6 മാസത്തിനപ്പുറത്തേക്ക് ഇതൊന്നും ഓർത്തിരിക്കില്ല. നമ്മൾ നമ്മളുടേതായ തിരക്കുകളിലേക്ക് തിരിയുന്നു, മറ്റുള്ളവരുടേതായ തിരക്കുകളിലേക്ക് തിരിയുന്നു. അപ്പോൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരും അതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരും വേണം ബാക്കിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ ദുരിതബാധിതമായിട്ടുള്ള ആളുകൾ എന്നും ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് അവരുടെ മക്കളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല, അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അവരുടെ ബന്ധുക്കൾക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ആശുപത്രികളിൽ ചികിത്സ നേടാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ട പണം, പ്രഖ്യാപിക്കപ്പെട്ട വീട് വെച്ച് കൊടുക്കാനുള്ള ഓഫർ, ഇതൊക്കെ ആരാണ് നടത്തേണ്ടത്, എങ്ങനെയാണ് നടത്തേണ്ടത്, ടൗൺഷിപ്പാണോ, ഈ കാര്യങ്ങൾക്കൊരു വ്യക്തതയില്ല. അത് എനിക്കും നിങ്ങൾക്കും നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ഈ അവ്യക്തതയുണ്ട്. ഞാൻ ഇതിനൊപ്പം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, അത് എത്രത്തോളം അതിനകത്ത് ടെക്നിക്കലായിട്ട് ശരിയാണ് എന്നുള്ളത് അറിയില്ല, എങ്കിലും ഞാനൊന്ന് പരാമർശിച്ചു പോകാം. അതായത് ഒരാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് കണ്ടത് ഇങ്ങനെയാണ്: ഈ സർക്കാരിൻ്റെ ഈ പദ്ധതികളെല്ലാം തന്നെ എപ്പോൾ നടപ്പിലാക്കാനാണ്? മുമ്പത്തെ നമുക്ക് പല കാര്യങ്ങളും ഇത്തരത്തിൽ നമ്മുടെ മുമ്പിൽ അറിവിലേക്കായി ഉണ്ട്, നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ മരിച്ചവരുടെ ഓരോരുത്തരുടെ കുടുംബത്തിനായി ഒരു 50 ലക്ഷം രൂപ എന്ന നിലയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പോയി അവർക്കിഷ്ടമുള്ള മറ്റേതെങ്കിലും നാട്ടിലോ മറ്റെവിടെയെങ്കിലുമോ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് അവർ നീങ്ങില്ലേ? അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ സർക്കാരിന് ഇനി ഇത് വീടുകളുണ്ടാക്കുക, സ്ഥലം കണ്ടെത്തുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇതിനകത്ത് ടെക്നിക്കൽ ഇഷ്യൂ, മറ്റ് ഇഷ്യൂ, മറിച്ച് ഇഷ്യൂ, ഇതെല്ലാം വരുന്ന ഘട്ടത്തിൽ ആ ഇഷ്യൂ എല്ലാം പരിഹരിക്കപ്പെടില്ലേ? ഇവർക്ക് കൃത്യമായി 1 മാസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ 2 മാസം കൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് കൊടുത്താൽ അവർക്ക് ഇഷ്ടമുള്ള നാട്ടിൽ പോയി അവർ സുഖമായി വീണ്ടും സ്ഥലം വാങ്ങി 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലേ എന്ന തരത്തിലൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു. അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് തന്നെ കണ്ടുകൂടെ? കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് സർക്കാർ അവരെ കൈയൊഴിഞ്ഞു എന്ന് വരും. കാരണം അവർക്ക് കുറേ പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി താമസിക്കാം, നിങ്ങളുടെ ബന്ധുക്കളുടെയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ഒക്കെ സ്ഥലത്ത് പോയി ജീവിക്കുക എന്ന് പറയുമ്പോൾ അവരെ കൈയൊഴിയുന്നു. അല്ല, എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ഇതിനകത്ത് 2 ഓപ്ഷൻ വെക്കാൻ തോന്നുന്നു. ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. ടൗൺഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഫണ്ടുണ്ട്, നിങ്ങൾക്ക് A-B ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. A ചൂസ് ചെയ്താലും B ചൂസ് ചെയ്താലും അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ചെയ്യുന്നു എന്നൊരു സമ്മതപത്രം നൽകി കഴിഞ്ഞാൽ അത് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു A തന്നെയായിരിക്കും കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുക. കാരണം ഇതിൻ്റെ ടെക്നിക്കൽ നൂലാമാലകൾ ഈ സർക്കാർ നാടയിൽ നിന്ന് എപ്പോൾ അഴിഞ്ഞു കിട്ടി നമുക്ക് ആ വീടുകൾ ലഭ്യമാകും, അല്ലെങ്കിൽ സ്ഥലം ലഭ്യമാവും. സ്ഥലം ലഭ്യമായാലേ വീടുകൾ പലതും കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചിലർ സ്ഥലം കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്, വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം തന്നെയുണ്ട്. ചിലർ ഇതിന് വേണ്ടിയിട്ടുള്ള പണിയെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള, വാർക്കപ്പണി എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള യന്ത്ര സാമഗ്രികൾ കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവിടെ 100 ഏക്കർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പല സംവിധാനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ തീരുമാനിക്കുകയാണ് ഓരോ വീടുകളും ഇത്ര സെൻറ്റിനുള്ളിൽ
ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഇത്ര മുറിയോടുകൂടി ഒരു വീടാണ് ഇവിടെ പണിയേണ്ടത് എന്ന രീതിയിലേക്കൊരു രൂപരേഖ തയ്യാറാക്കി ആ രൂപരേഖ ഈ സന്നദ്ധ സംഘടനകളും ഇത്തരത്തിൽ അവിടുത്തെ ജില്ലാ കളക്ടർക്കും സർക്കാരിനും സ്ഥലം എഴുതി കൊടുത്തവരും അതോടൊപ്പം തന്നെ ഇത്ര വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് എഴുതി കൊടുത്തിട്ടുള്ള സമ്മതപത്രം എഴുതി കൊടുത്തവരുണ്ട്. അവർക്ക് മുന്നിലേക്ക് ഇങ്ങനെ ഒരു കാര്യം കൃത്യമായി ഒരു 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 റൗണ്ട്, ആ റൗണ്ടിനുള്ളിൽ നിന്നുകൊണ്ട് സർക്കാർ വരയ്ക്കുന്ന ആ റൗണ്ടിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന തരത്തിൽ ഒരു കാര്യം കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പല സംഘടനകളും ഈ സൗജന്യമായി വെച്ച് കൊടുത്ത വീടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. പോയി ഒരു ഒറ്റ ചവിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഴുന്ന തരത്തിലേക്കുള്ള വീടുകളാണ്. അത്രയും ഞാൻ ഉദ്ദേശിച്ച് ആരും ചവിട്ടി മറിച്ചിടാനല്ല, പക്ഷേ അത്രയും ബലം പോലും ഇല്ലാത്ത അത്രയും നൈസായിട്ടുള്ള കട്ടകൾ കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാലക്കാട് ഒരു സ്ഥലത്ത് ഒരു സംഘടന സൗജന്യമായി കൊടുത്ത ഒരു വീടുകൾ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യാത്രക്കിടയിൽ സാധിച്ചിട്ടുണ്ട്. ആ സംഘടന വീട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മുറിയുണ്ട്, അടുക്കള എന്ന് നമുക്ക് പറയാൻ പോലും പറ്റാത്ത ചെറിയൊരു സ്പേസ് ഉണ്ട്, ഒരു വരാന്ത എന്ന് പറയാൻ പറ്റുന്ന തരത്തിലൊരു കുഞ്ഞ് സ്പേസ് ഉണ്ട്, ബാത്റൂമുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഈ വീടിന് മാക്സിമം ചിലവായത് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടാവുള്ളൂ മാക്സിമം. പക്ഷേ ഇതിലും കുറഞ്ഞ നിരക്കിൽ ഇതിലും നല്ല വീടുകൾ ഉണ്ടാക്കിയ ആളുകളും ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു വീടിന് അത്രയും ചിലവായിട്ടുണ്ടാവുള്ളൂ. വാർപ്പ് എന്നൊക്കെ പറയുന്നത് കാണണം എൻ്റെ സിനുജി. എന്നെ എന്താ പറയുക, നമുക്ക് പേപ്പർ വെച്ച് വാർത്തയാണോ എന്ന് തോന്നിപ്പോൾ. ആ രീതിയിലുള്ള ഭിത്തിയും ആ രീതിയിലുള്ള ഇതുമാണ് പല സ്ഥലത്തും ഉണ്ടാക്കി കൊടുത്തിട്ട് സൗജന്യമായി കൊടുത്ത സമയത്തുള്ളത്. പക്ഷേ അതേ സമയത്ത് നമുക്ക് ഈ സൗജന്യമായി കൊടുത്ത എല്ലാം മോശമാണെന്ന് പറയാൻ പറ്റില്ല. യൂസഫ് അലി കൊടുത്ത വീടുകളുണ്ട് പുത്തുമലയിൽ, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് കൊടുത്ത വീടുകളുണ്ട്. ഈ വീടുകളൊക്കെ ആവശ്യത്തിലധികം സൗകര്യങ്ങളുള്ള സാമാന്യം മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീടുകളാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു പ്ലാൻ വേണം, ഇതിനൊരു രൂപരേഖ വേണം. തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ താൽക്കാലിക സെറ്റപ്പിന് വേണ്ടിയിട്ട് ആരെങ്കിലും വീട് നിർമ്മിച്ചു കൊടുക്കുമെങ്കിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സർക്കാരിൻ്റെ ഒരു മോണിറ്ററിംഗ് സംവിധാനം എല്ലായ്പ്പോഴും വേണം. ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാം, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കാം, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന് ഒരാൾ പറഞ്ഞാൽ എങ്കിൽ നിങ്ങളെ മൊത്തം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് സർക്കാർ കൈ കഴുകാൻ പാടില്ല. അവിടെ ഈ സർക്കാരിൻ്റെ മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടല്ലോ, വില്ലേജ് ഉണ്ട്, പഞ്ചായത്തുണ്ട്, അല്ലെങ്കിൽ ത്രിതല സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യണം. ആരാണ് നോക്കേണ്ടത്, ഒരു ബിൽഡിംഗ് എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത്, ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ കെട്ടി ഉയർത്തിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ അവിടെ എങ്ങനെ ഒരു അടുക്കളയ്ക്ക് എത്ര നീളം വീതി, ഒരു കുളിമുറി എത്ര വേണം, ഒരു കോൺക്രീറ്റിങ്ങിന് എങ്ങനെയൊക്കെ ബലം വേണം, ഇതൊക്കെ പരിശോധിക്കണം. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിക്കും, മനുഷ്യജീവനുകളാണ് അതിനുള്ളിൽ താമസിക്കേണ്ടത്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും കുടിയേറി താമസിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ആരെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം. എന്തിനാ പ്രശ്നം? നിങ്ങളെ ആരും വന്ന് നിർബന്ധിച്ചല്ല, നിങ്ങൾ സ്വമേധയായി ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ സ്വമേധയാ വരുന്ന ആൾക്കാർ, അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഇനിയൊരു ദുരന്തമുണ്ടായാൽ അല്ലെങ്കിൽ ഇനിയൊരു പേടി സ്വപ്നം ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന അടച്ചുറപ്പുള്ള ഒരു വീട്, അതാണ് അവരുടെ സ്വപ്നം. മനുഷ്യനെ എല്ലാം സംബന്ധിച്ചുള്ളൊരു ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഒരു അടച്ചുറപ്പുള്ളൊരു വീട് കിട്ടണം, അതിനുള്ളിൽ അവൻ സേഫായിട്ടിരിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എത്ര സന്നദ്ധ സംഘടനകളും വ്യക്തികളും മുന്നോട്ട് വന്നോ അവരെ കൂട്ടിയിണക്കിക്കൊണ്ട് ഈ പറയുന്ന ടൗൺഷിപ്പ് വേണോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വീടുകൾ നിർമ്മിച്ച് അവർ സ്വയം പോകുന്നോ, അതൊക്കെ അവരുടെ ഇഷ്ടം. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ, അങ്ങനൊരു ചോയ്സ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ചിലപ്പോൾ അത്തരത്തിലൊരു ചോയ്സ് മുന്നോട്ട് വേണമെങ്കിൽ സർക്കാരിന് വെക്കാം, ജനങ്ങൾക്ക് മുന്നോട്ട് വെക്കാം. ഇത് വേണമെങ്കിൽ ഇവരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു യോഗം വിളിച്ചു കൂട്ടുകയോ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടുകയോ ചെയ്യണം. ഈ പുറത്തുനിന്നുള്ള ആളുകളുടെ ഇടപെടൽ എന്നതിനപ്പുറത്തേക്ക് എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെയും ദുരന്തബാധിതരായ ആൾക്കാരെയും സർക്കാർ സംവിധാനങ്ങളെയും മാത്രം കൂട്ടിയിണക്കി വേണം അത്തരം യോഗങ്ങൾ സംഘടിപ്പിക്കാൻ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങൾ എന്നവർ പറയാൻ. പല ആളുകളും ഈ പറയുന്ന ഒരു ട്രോമയിൽ നിന്ന് മുക്തരാകാൻ വളരെ കാലമെടുക്കും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ അടുത്ത ബന്ധുക്കളായിരിക്കാം, അവരുടെ ഒരു സഹായം പറയും. ട്രോമയുടെ കാര്യം പറയുന്നത് നമ്മുടെ അവിടെ പോയിട്ട് റിപ്പോർട്ടിങ്ങിനുള്ള മാധ്യമപ്രവർത്തകർ പലരുടെയും പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊന്നും തന്നെ അവിടെ നിന്നുള്ള രാത്രി ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതി, പല ആൾക്കാരും മെഡിസിൻ എടുക്കാൻ തുടങ്ങിയ സുഹൃത്തുക്കളുണ്ട്, മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ തന്നെ പ്രവർത്തിച്ചവരാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നേരിട്ട് അനുഭവിച്ചവരുടെ സ്ഥിതി എന്തായിരിക്കും? അതിനാണ് പ്രധാനം. അതെ, അത് വലിയ പ്രധാനമാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് താമസിക്കാനുള്ള ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള പൂർണ്ണ ബാധ്യത സർക്കാരുണ്ട്. പക്ഷേ അത് എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ടൗൺഷിപ്പ് നിർമ്മിച്ച് തുടങ്ങണമെങ്കിൽ ഇപ്പോഴേ തുടങ്ങണം. ഇപ്പോൾ തുടങ്ങിയാൽ ഒരു 6 മാസത്തിലുള്ള ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അത് എന്തുകൊണ്ടാണ് വൈകുന്നത്? എന്തിനാണ് ആ പ്രവർത്തനങ്ങൾ പിന്നോട്ട് പോകുന്നത്? അപ്പോൾ അവർക്കിടയിൽ തന്നെ ഒരു സംശയം സൃഷ്ടിക്കല്ലേ. മാത്രമല്ല 3-4 വർഷം മുമ്പ് ചെയ്ത പ്രോജക്റ്റുകൾ പൂർത്തിയാക്കിയില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിലും ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും? പലർക്കും അറിയാം, ഇപ്പോൾ അച്ഛനും അമ്മയുണ്ട്, ഭാര്യയും മക്കളും ഇല്ലാതെ പോകുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരില്ലാതായി പോകുന്നത്, അച്ഛനുണ്ട്, അമ്മയില്ലാതായി പോകുന്നവർ, അങ്ങനെ പല
തരത്തിലുള്ള കുട്ടികളുണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഒരു പ്രത്യേക ജോലികൾ മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ. അവരെ കൊണ്ടൊരു പ്രത്യേക ലയത്തിലേക്ക് കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണമെന്നില്ല. അവർക്ക് കച്ചവടമാണ് താല്പര്യമെങ്കിൽ അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുക. അവർക്ക് ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ, കാർഷിക മേഖലയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുണ്ടോ? ഇപ്പോൾ ഈ അപകടമുണ്ടായ ഒരു സ്ഥലത്തും ഒരു കാരണവശാലും ആളുകളെ താമസിപ്പിക്കാൻ പാടില്ലെന്നാണ് സർക്കാർ നിയോഗിച്ച എക്സ്പെർട്ട് കമ്മിറ്റിയും പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് ഇനി പോകണ്ട. പിന്നെ മറ്റൊരു സ്ഥലം അതെവിടെയാണ്? ഇതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ താമസിപ്പിക്കരുത്. അതിൽ നിന്നും മുക്തമായിട്ടുള്ള സ്ഥലങ്ങളെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് കൊണ്ട് താമസിപ്പിക്കുക. അത്തരത്തിലുള്ളൊരു തീരുമാനങ്ങൾ എടുക്കാൻ ഇനിയും സർക്കാർ വൈകിയാൽ ഈ ജനങ്ങളുടെ ആശങ്ക കൂടി വരികയും ഈ പുനരധിവാസം നീണ്ടുപോവുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ല, നമുക്ക് ഈ പുത്തുമലയിലെ സംഭവങ്ങളൊക്കെ, ഈ പുത്തുമലയിൽ ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബങ്ങളെല്ലാം പ്രതിഷേധത്തിന് അല്ലെങ്കിൽ പ്രതിഷേധമായി വരുന്ന രീതിയൊക്കെ നമ്മൾ മുമ്പ് റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ ആലപ്പുഴയിലൊക്കെ ഉണ്ടായിട്ടുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ സമീപത്തൊക്കെ പണ്ട് ഓക്കി വന്ന സമയത്തൊക്കെ വീട് നഷ്ടപ്പെട്ടവർ ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്നവരുണ്ട്. എത്ര വർഷമായി ഇതിന് ചെയ്ത്? 6-7 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അവർ ക്യാമ്പിൽ കഴിയുകയാണ്. ഇതൊക്കെ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇതൊക്കെ പെട്ടെന്ന് നടപ്പാവുന്നത്? 3 വർഷം കൊണ്ട് 1000 ദിവസം കൊണ്ട് നടപ്പാകുമെന്ന് പറഞ്ഞാൽ കൊച്ചി മെട്രോ പൂർത്തിയാകുന്നത് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. 12 വർഷം 13 വർഷം എടുക്കുന്നു. ഇതൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ സർക്കാർ എങ്ങനെ ഇവർക്ക് കൊടുക്കുന്ന ഉറപ്പിൽ സാധാരണ ജനങ്ങൾക്ക്, മാധ്യമപ്രവർത്തകർക്ക്, പൊതുജനങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം. സർക്കാരിനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് എവിടെയാണ് പരാജയമുണ്ടായത് എന്ന് കണ്ടെത്തി അതിനെ പോരായ്മകളൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നേരിട്ട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ട് ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ BJP എന്ന സംഘടനയോ മുസ്ലിം ലീഗ് എന്ന സംഘടനയോ കൂടെ നിന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാം. ഈ ഒരുമിച്ച് നിൽക്കാമെന്ന് പറയുന്ന ഒരു ഐക്യമുണ്ടല്ലോ, അത് കൃത്യമായി ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന പദ്ധതികളൊന്നും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയില്ല. ഇത് ഏതെങ്കിലും കാലത്ത് പൂർത്തിയാക്കിയിട്ട് കാര്യമില്ല. അവർക്ക് ഇന്ന കാലയളവിനുള്ളിൽ അത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അവരുടെ ഉപജീവനവുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിലവിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് പേടിയില്ലാതെ രാത്രിയിൽ കണ്ണടച്ച് സുഖമായി ഉറങ്ങാൻ കഴിയുള്ളൂ. അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ബേസിക് നീഡ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകണമെങ്കിൽ സർക്കാർ സമയബന്ധിതമായി കാര്യങ്ങളിൽ ഇടപെടുകയും ഈ പറയുന്ന സന്നദ്ധ സംഘടനകളുടെ, സന്നദ്ധ വ്യക്തികളുടെ, ഈ പ്രവർത്തകരുടെ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം കൂട്ടായ്മകൾ ഒന്നിച്ച് നിന്നുകൊണ്ട് എങ്ങനെയാണോ ടൗൺഷിപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഒരു രൂപരേഖ ആദ്യം തന്നെ അവതരിപ്പിക്കുക, അതിനകത്തുള്ള പോരായ്മകൾ കണ്ടെത്തുക, അതിനുശേഷം എക്സ്പെർട്ടുകളുമായി സംസാരിച്ചതിന് ശേഷം പുതിയൊരു ടൗൺഷിപ്പ്, ഒരു വില്ലേജ് പൂർത്തീകരിച്ച് അവരെ എത്രയും പെട്ടെന്ന്, അതായത് ഞാൻ ഈ പറയുന്നത് ഈ ഒരു ഡിസംബർ പൂർത്തിയാകുന്നതിനുള്ളിൽ ഇവർക്ക് താമസിക്കാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ വലിയൊരു വീഴ്ചയായിട്ട് തന്നെ ജനങ്ങൾ, പൊതുവെ പുറത്തുള്ളവരെല്ലാം തന്നെ വിലയിരുത്തും. മാത്രമല്ല വിദേശത്തു നിന്നുൾപ്പെടെ ഉള്ളവരാണ് നമുക്ക് സാമ്പത്തിക സഹായം നൽകുന്നത്. അപ്പോൾ അവരൊക്കെ തന്നെ സർക്കാരിനെ തെറ്റിദ്ധരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സംവിധാനങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിലെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും.